ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് രാജ്മ ബീൻസ് വെച്ചൊരു അവിയലാണ്. ആദ്യം നമുക്ക് ബീൻസൊക്കെ ഒന്ന് കഴുകിയ ശേഷം ഒരു 6-7 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. പിന്നീട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി എടുത്തിട്ടുണ്ട്. പച്ചക്കറിയായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബീൻസ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളിയുടെ പകുതി, ഇത്രയുമാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചേക്കാം. അരിഞ്ഞ പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവിക്കാൻ എത്ര വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി പച്ചമുളക് ഒരു 4 കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പകുതി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ അരമുറി തേങ്ങ ചതച്ചെടുത്തതാണ്. അതിനോടൊപ്പം 1 സ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന രാജ്മ ബീൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാൻ. വീണ്ടും നല്ലതുപോലെ ഇളക്കുക. നമുക്ക് വേവിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കറി ഒരു 1/4 വേവ് ആവുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് വറ്റാനുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കൊരു 3 സ്പൂൺ കണക്കാക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കറി ടേസ്റ്റിന് മാത്രമല്ല വളരെ ഹെൽത്തി കൂടിയാണ്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ രാജ്മ പയർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ അവിയലിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ ബീൻസ് ചേർത്ത് കൊണ്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിനോടൊപ്പം വിളമ്പാൻ പറ്റിയ ഒരു അവിയലാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.